സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല. കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ്. അവർക്ക് ശത്രുക്കളാകാനും കഴിയില്ല. കാരണം അവർ ഒരിക്കൽ പരസ്പരം സ്നേഹിച്ചിരുന്നു. ബന്ധങ്ങൾ സ്വയം തകരില്ല. അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ നിലപാടുകളും അതിനെ തകർക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരിലെ നല്ല ഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവയുടെ പ്രഭാവം നിങ്ങളിലും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരിലെ ചീത്ത ഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഭാവവും നിങ്ങളിലുണ്ടാകുന്നു. അതുകൊണ്ട് എന്തു കാണണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓരോ വേദനയും മനുഷ്യന് ഓരോ പാഠം നൽകുന്നു. ഓരോ പാഠവും ഓരോ വ്യക്തിയെയും മാറ്റുന്നു. ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും ആ കുറവുകൾ ഇല്ലാതാക്കുന്നു. പ്രശ്നങ്ങളെല്ലാം സാധാരണമാണ്. പക്ഷേ അതിനോടുള്ള നിങ്ങളുടെ മനോഭാവമാണ് പരിഹാരങ്ങളിൽ വ്യത്യാസമുണ്ടാക്കുന്നത്. പെട്ടെന്ന് സങ്കടവും കണ്ണീരും വരുന്നവരുടെ ഹൃദയം ശുദ്ധമാണ്. അതിൽ നിറയെ സ്നേഹമാണ്. താൻ സ്നേഹിക്കുന്നവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം. അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക. അടർത്തി മാറ്റുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം. സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നുണ്ട്. അതാണ് സാഹചര്യം. കുടുംബം എന്നാൽ രക്തബന്ധം മാത്രമല്ല. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈ പിടിക്കാൻ തയ്യാറാകുന്നത് അവരും നിങ്ങളുടെ കുടുംബമാണ്. ഏതുതരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണു നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും. അല്ലാത്തവർ അവരുടേതായ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരെക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലം നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തു വിടരുത്. എല്ലാവരുടെയും ഉള്ളിൽ നന്മയും തിന്മയുമുണ്ട്. അതിൽ എന്തിനെയാണോ നിങ്ങൾ വളർത്തുന്നത് അത് വളർന്നു വരും. ഏതൊരു സൗഹൃദത്തിനും ബന്ധത്തിനും നിങ്ങൾ കൊടുക്കുന്ന സമയവും മൂല്യവും അവർ നിങ്ങൾക്ക് തിരികെ നൽകുന്നില്ലെങ്കിൽ പിന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് ജീവിച്ചാൽ ജീവിതകാലം മുഴുവൻ അടിമയായി ജീവിക്കേണ്ടി വരും. ജീവിതത്തിൽ ഒരു ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ തീരുമാനിക്കണം. സ്വയം തോറ്റു തരുന്നവർക്ക് നിലനിൽപ്പിനേക്കാൾ പ്രധാനം ബന്ധങ്ങളായിരിക്കും. സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത്. പരിഹാസവും കുത്തുവാക്കുകളും കേട്ട് മനസ്സ് തളരരുത്. തളർന്നാൽ അതുവരെ ഉണ്ടായിരുന്ന ധൈര്യവും ചോർന്നു പോകും. തളർത്താൻ പലരും ശ്രമിക്കും. അത് ഓർമ്മയിൽ സൂക്ഷിക്കുക. ജീവിത വിജയം എന്നാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക എന്നത് മാത്രമല്ല. ഇഷ്ടപ്പെട്ട ജീവിതം സമാധാനത്തോടെ ജീവിച്ച് തീർക്കാൻ സാധിക്കുന്നതും ജീവിത വിജയം തന്നെയാണ്. എന്ത് പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നിങ്ങൾ വിജയത്തിൻ്റെ വഴിയിലാണ്. Please like, share and subscribe my channel. Thanks for watching.